ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം ഇതേ കണ്ടോ. ഇപ്പം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതാണ് അമര. വള്ളി അമരയും കുറ്റി അമരയും രണ്ട് രീതിയിൽ വളർത്താം. സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് കുറ്റി അമര വളർത്താം. പന്തലിട്ട് വളർത്താൻ പറ്റുന്നവർക്ക് വള്ളി അമരയും വളർത്താം. നേരത്തെ ഒന്നും നമ്മളുടെ കേരളത്തിൽ ഈ അമരപ്പയർ അധികം കണ്ടിട്ടില്ല, ഈ വള്ളിയമരയാണേലും കുറ്റിയമരയാണേലും. എന്നാൽ ഇപ്പം നമ്മളുടെ കാലാവസ്ഥയിലും നല്ല രീതിയിൽ ഇത് പിടിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇതിന്റെ കളക്ഷൻ തന്നെ എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 15-ലധികം വെറൈറ്റീസ് ഇപ്പം നിലവിലുണ്ട്. എൻ്റെ കയ്യിൽ അത്ര ഇല്ല, എൻ്റെ കയ്യിൽ 2 ടൈപ്പേ ഉള്ളൂ. ആദ്യമേ തന്നെ പറയട്ടെ, കുറ്റിയമരയുടെയും വള്ളിയമരയുടെയും വിത്ത് നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ് കേട്ടോ. അപ്പൊ ഞാനിത് നട്ടിരിക്കുന്നത് ഗ്രോ ബാഗിലാണ്. അപ്പൊ ഇത് പന്തലിച്ചു പോകുന്നതിനനുസരിച്ച് തന്നെ ഇതിന് വേര് വളർച്ചയുണ്ട്. തറയിലൊക്കെ നടുവാണെങ്കിലും വളരെയധികം പന്തലിച്ചിട്ട് ഇഷ്ടം പോലെ വിളവ് നമുക്ക് ലഭിക്കും. സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് നടാം. ഞാനിത് നട്ടിരിക്കുന്നത് ഗ്രോ ബാഗിലാണ്. ഉണ്ട്. ഞാൻ ഇതില് കീടശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തൊരു ടിപ്പ് പറയുന്നുണ്ട്. അതുപോലെ നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് നല്ല രീതിയിൽ വിളവും ലഭിക്കും. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഇതെന്തെന്ന് കണ്ടോ, നടുക്ക് പച്ച കളറിലും സൈഡിലോട്ട് വരുമ്പോൾ പർപ്പിൾ ആയിട്ടുമുള്ള ഒരു നാടനായിട്ടുള്ള ഒരു അമരയാണിത്. ഇത് ഒരുപാട് അങ്ങ് പിടിക്കുന്നതാണ്, വളരെ ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇത്. പർപ്പിൾ കളർ അമരപ്പയറും ഒക്കെ ലഭ്യമാണ്. അതുപോലെ പച്ച, ആനച്ചെവേൻ, കൊമ്പൻ അമര, അങ്ങനെ പലതരത്തിലുള്ള അമരകൾ ഇപ്പം ലഭ്യമാണ്. അപ്പൊ ഇതിന് നോർമലി നമ്മൾ കൊടുത്തിരിക്കുന്ന വളവെന്ന് പറഞ്ഞാൽ ഈ ഗ്രോ ബാഗില് സാധാരണ പുളുപ്പ് മാറ്റിയ മണ്ണില് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും ഇട്ട് സാധാരണ നമ്മൾ ചെടികൾ വളർത്തുന്നത് പോലെ വളർത്തിക്കൊണ്ട് വന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കി പുളിപ്പിക്കാൻ വെക്കും. ഇപ്പൊ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുത്ത് അതിന്റെ തെളി ഊറ്റി എടുത്ത് ഒഴിച്ചു കൊടുക്കും. അപ്പൊ അതാണ് കൂടുതൽ നമ്മൾ ഈ അമരയ്ക്ക് കൊടുത്തിരിക്കുന്ന വളമേ. അതുപോലെ തന്നെ ചാരം നമ്മളെ ഈ പൂക്കളിൽ വീഴാതെ ഇലകളിൽ ഒന്ന് തളിച്ച് തൂക്കി കൊടുക്കാമെന്ന് നമ്മളുടെ ഇവിടെ പറയാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിതറി കൊടുക്കുവാണെങ്കിൽ കീടശല്യം കുറഞ്ഞ് നമുക്കിതിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ മഴക്കാലം ഒഴിച്ച്, മഴക്കാലത്ത് ഇത് വെക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പൂ കൊഴിഞ്ഞു പോയിട്ട് കായ്കൾ കിട്ടാൻ തടസ്സം വരും. അതുകൊണ്ടാണ്. ബാക്കി എല്ലാ സമയത്തും നമുക്കിതിനെ വിളവെടുക്കാം. തണുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ വിളവെടുക്കാൻ പറ്റുന്നത്. എന്നാൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചൂടുകാലത്തും ഇതിനെ വളർത്താനായിട്ട് പറ്റും. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം നോക്കി വേണം നമ്മളിതിനെ വെക്കാനായിട്ട്. അപ്പൊ പല ആളുകളുടെ ഒരു സംശയമാണ്, കൊടും ചൂടിലും ഇതിനെ നമ്മൾ വളർത്തുവാണെങ്കിൽ കായ്ഫലം കിട്ടുമോ എന്ന്. ഒരു സംശയം വേണ്ട, നല്ല രീതിയിൽ കായ്ഫലം കിട്ടും. നമുക്ക് വെള്ളം അത്യാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം, പറ്റണം എന്നത് മാത്രമേ ഉള്ളൂ കാര്യം. കണ്ടോ, നമുക്ക് നിറച്ച് കായ്ഫലം ലഭിച്ചിട്ടുണ്ട്. കണ്ടോ, പന്തലിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ അങ്ങ് ആകും. ഇത് ജസ്റ്റ് പന്തലിൽ കയറി ഒന്ന് വള്ളി വീശാൻ തുടങ്ങിയതേ ഉള്ളൂ, അപ്പൊ തന്നെ നമുക്ക് നിറച്ച് കായ്കളായിട്ടുണ്ട്. ഈ അമര എന്ന് പറഞ്ഞാൽ ഒരു നാടൻ വെറൈറ്റിയാണ്. നാടിനിൽ തന്നെ വേണ്ട സൈഡിലോട്ട് പർപ്പിൾ കളറും നടുക്ക് പച്ച കളറുമായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അതിന്റെ തണ്ടും ഇലയും അങ്ങനെ തന്നെയാണ് കണ്ടോ. അതേസമയം വേണ്ട മൊത്തം പച്ച കളറാണെങ്കിൽ അതിന്റെ ഇലയും തണ്ടും ഇതുപോലെ പച്ച കളറിലായിരിക്കും. പർപ്പിൾ കളറുണ്ട്. പർപ്പിൾ പ്യുവറായിട്ട് പർപ്പിളായിട്ട് വരുന്നതും ഏകദേശം ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. അത് കാണാനും നല്ല ഭംഗിയാണ് പർപ്പിൾ കളർ. അതിപ്പോൾ എൻ്റെ ഇല്ല കേട്ടോ, ഞാൻ അതിൻ്റെ സീഡ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതും സീഡ് കൊടുക്കാനായിട്ടില്ല. പ്യുവറായിട്ടുള്ള പച്ച കുറ്റി അമരയുടെയും വള്ളി അമരയുടെയും സീഡേ ഇപ്പം നമ്മളുടെ കയ്യിലുള്ളൂ. ഇതും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇനി ഇതിന്റെ വിത്തും ആകണം. ആയി കഴിയുമ്പോഴത്തേനെ ഞാൻ കാറ്റലോഗിൽ ഇടാവേ. ഇത് ഒരുപാട് അങ്ങ് വളഞ്ഞു പോകുന്നതിന് മുമ്പേ വിളവെടുക്കണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ഞാനിവിടെ 1-2 വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതിന്റെ കളർ കണ്ടോ, നടുക്കോട്ടൊരു ലൈറ്റ് ഗ്രീൻ കളറും സൈഡിലോട്ട് പർപ്പിൾ കളറും. ഏകദേശം കൊമ്പൻ ആമരയോടൊക്കെ സാദൃശ്യമുണ്ട്. കൊമ്പൻ ആമര എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏകദേശം ഇതുപോലെ ഇരിക്കും, മൊത്തം പച്ച കളറായിരിക്കും. ഇത് രണ്ടും ആദ്യത്തെ കായാണ്. ഇത് നമ്മൾ വിത്തിന് നിർത്തിയിട്ടുണ്ടായിരുന്നതാ. കണ്ടോ, വിത്തിന് പരുവമായി. ഞാൻ വിത്ത് മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ, ഒത്തിരി അങ്ങ് ഉണങ്ങി അങ്ങ് സൂക്ഷിച്ച് വെക്കുകയല്ല. ഇതെടുത്തിന് ഡയറക്റ്റ് പാകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിളുത്ത് കിട്ടും കേട്ടോ. ഞാൻ കൂടുതലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കറക്റ്റ് സമയത്ത് വിളവെടുത്താലേ പിന്നെയും പിന്നെയും പൂക്കൾ ഒരുപാട് വരത്തുള്ളേ. അതുപോലെ തന്നെ വേണ്ടാത്ത ശിഖരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഉണങ്ങിയ കമ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ഇഷ്ടം പോലെ പൂ പിടിക്കും.
ഇത് നമ്മുടെ കന്നി വിളവെടുപ്പാണ്. ആദ്യമാദ്യമുള്ള കായ്കൾ പറിച്ച് കൊണ്ടേ ഇരുന്നാൽ മാത്രമേ പിന്നെയും പിന്നെയും പൂക്കൾ വന്ന് നിറയെ കായ്കളെ ലഭിക്കുകയുള്ളൂ. അപ്പം ഇതുപോലെ 250ലധികം വെറൈറ്റി വിത്തുകൾ നമ്മുടെ സെൻട്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പിൽ കയറി മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് വരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.